ചേച്ചി, ആശാ വർക്കർമാരുടെ സമരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന അല്ലെങ്കിൽ അതെല്ലാം കണ്ടു എന്ന് നടിക്കുന്ന CPM അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ഈ ആശാ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഇപ്പോൾ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടില്ലേ ആ SI ലിസ്റ്റിലുള്ള പെൺകുട്ടികളുടെ കാലാവധി അതെ, അവർ ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശമാർ മാത്രമല്ല ബാക്കി പലരും വളരെ ഫ്രസ്ട്രേറ്റഡാണ്. ആശമാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കോവിഡ് സമയത്തൊക്കെ ആൾക്കാർ സ്വന്തം അച്ഛനെയും അമ്മയുടെയും മൃതശരീരം പോലും കാണണ്ട എന്നുള്ള പറയുന്ന അവസരത്തിൽ ഇവരാണ് ധൈര്യപൂർവ്വം അവിടെ ചെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആശമാർക്ക് നമ്മൾ തിരിച്ചും പറയുകയാണെങ്കിൽ അവർക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ആ ആശുപത്രിയിലെ കോമ്പൗണ്ടറിന് കൊടുക്കുന്ന ശമ്പളമെങ്കിലും കൊടുക്കണ്ടേ. ഇപ്പോൾ ഈ വീണ ജോർജ് നമ്മുടെ മന്ത്രി ഏറ്റവും ജേർണലിസ്റ്റായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ഇടപെടും, നന്നായി സംസാരിക്കും, നല്ല ഭംഗിയുമുണ്ട് കേട്ടോ. അവർ ഡൽഹിയിൽ പോയി പൊളിഞ്ഞില്ലേ. JP നദ്ദാജിയെ കാണാനെന്നും പറഞ്ഞ് പാവപ്പെട്ട ആശമാർക്കൊരു പ്രത്യാശ നൽകിയിട്ട്, ഞാൻ അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അവൾ പോയിട്ട് എന്താ കണ്ടത്? എവിടെന്നോ വന്ന ഒരു ആൾക്കാരെ അദ്ദേഹത്തിനൊരു കാണാനുണ്ടായിരുന്നു. അതിന് പോയപ്പോൾ ഇങ്ങനെ ഒരു പേര്, ഒരു ഒരു കേന്ദ്രമന്ത്രിക്ക് കാണാൻ ചുമ്മാ ചെന്നാൽ പറ്റുമോ? ആശമാരുടെ കാര്യം പറയുകയാണെങ്കിൽ 232 രൂപ എന്തോ ആണ്, 700 രൂപ 7000 രൂപയാണ് നമ്മുടെ കേരള സർക്കാർ അവർക്ക് കൊടുക്കുന്ന ഓണറേറിയം. എന്നിട്ട് പറയുന്നുണ്ട് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണ്. കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ ജീവിത ചെലവും കൂടുതൽ. ഇപ്പോൾ UP 232 രൂപ ഉണ്ടെങ്കിൽ ഒരാഴ്ച ജീവിക്കാം. ഞാൻ പോയിട്ടുണ്ട്. പരന്ന് കിടക്കുന്ന വയലുകളാണ്, അവിടെ നിന്ന് അങ്ങ് എടുക്കുക, ആഹാരം കഴിക്കുക, എല്ലാം ഉണ്ട്. ഇവിടെ അങ്ങനെയാണ്, എല്ലാം വന്നിറങ്ങണ്ടേ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ ചാർജ് കൂട്ടിയിട്ടുള്ളതല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൽ 700 രൂപയാണ് മിനിമം വേജസ് എന്ന് പറയുന്നുണ്ട്. ആ സർക്കാർ തന്നെയാണ് ആശമാർക്ക് ഇത്രയും കുറവ് 232 രൂപ വേതനം കൊടുക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? എന്ത് റിസ്ക്കുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ TV കാണില്ലേ, വയ്യാത്ത കുട്ടികൾ മൂക്കിൽ ട്യൂബൊക്കെ ഇട്ടിങ്ങനെ പാലിയേറ്റീവ് കയറി കിടക്കുന്ന ഇവരെ കാണുമ്പോഴാണ് അവരുടെ കണ്ണുകളിൽ തെളിച്ചം. അവർ പോയില്ലെങ്കിൽ അവർക്ക് വിഷമാണ്. അത്രമാത്രം സ്നേഹത്തോടെയാണ് ചേർത്ത് പിടിക്കുന്നത്. ഡെങ്കുപ്പനി വന്നു, എലിപ്പനി വന്നു. എൻ്റെ ഡിവിഷനിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും പേടി. ഇതൊന്നും എലിപ്പനിയൊന്നും പകരുന്ന കാര്യമില്ല, എലിയുടെ മൂത്രത്തിൽ കൂടെയും വിസർജനങ്ങളിൽ കൂടെയൊക്കെ വരുന്നതാണ്. എന്നാലും പേടിയാണ്. കയറി ചെന്ന് മരുന്ന് കൊടുക്കുകയാണ് ഇവർ. അപ്പോൾ അവരുടെ പ്രവർത്തനത്തെ നമുക്ക് ഒട്ടും വില കുറച്ച് കാണാൻ പറ്റില്ല. നമ്മൾ പണ്ട് ഈ കോവിഡ് വന്ന സമയത്ത് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഈ ആശാ വർക്കർമാരുടെ വീട്ടിൽ പോയി ക്യൂ നിൽക്കും. എൻ്റെ ടോക്കൺ എപ്പോഴാണ് വരിക, എനിക്ക് എപ്പോഴാണ് ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാൻ കഴിയുക, അപ്പോഴൊക്കെ തന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്നു. ഇനി ചെറിയ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ നമ്മൾ വൈകിട്ടുണ്ടെങ്കിൽ എല്ലാം വന്ന് ഓർമ്മിപ്പിക്കുന്നവരാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓരോ കുടുംബവുമായി ഇടപഴകി നിൽക്കുന്നവർ. പക്ഷെ അവർക്ക് ഒരു ദൈനംദിന ചെലവ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? ഞങ്ങൾക്ക് ഈ വരുമാനം കിട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ന്യായമല്ലേ? പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ആശമാരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കണം. ഒരു കാരണവശാലും അവരുടെ ഡിമാൻഡുകളെ അംഗീകരിക്കില്ല. എന്താ കാരണം? അതെന്താണെന്നറിയാമോ? SUC എന്നൊരു സംഘടനയാണെന്ന് അദ്ദേഹം കൂടെ തീരുമാനിച്ചു. CA2 മാത്രമല്ലേ സമരം ചെയ്യാൻ അവകാശമുള്ളൂ കൊച്ചു കേരളത്തിൽ. അവർ ചെയ്താൽ മാത്രമേ സമരമാവുള്ളൂ. അത് മാത്രമേ നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള സമരമാവുള്ളൂ. വേറെ ഏതൊരു സംഘടന ചെയ്താലും, അല്ലെങ്കിൽ വേറെ സംഘടനയല്ല, കുറേ ആശമാർ കൂട്ടമായി ദിവസവും കൂടി വരികയാണ് അവരുടെ നമ്പേഴ്സ്. അവരെന്തൊക്കെ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ വയ്യാത്ത കുട്ടികൾ ഇട്ടിട്ട് വന്നേക്കുന്നു, വയ്യാത്ത ഭർത്താവിന് ഇട്ടിട്ട് വന്നിരിക്കുന്നു. അവർ ചെയ്യുന്ന സമരം 232 രൂപ കൊണ്ട് അവർക്ക് ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകാൻ നടന്നാണ് പോകുന്നത്. മഴയത്തും വെയിലത്തും വീടാന്തരം അല്ലെങ്കിൽ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണം. ഒരു 2 കിലോമീറ്റർ ഉണ്ട്. ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ പറ്റില്ല. 40 രൂപ 50 രൂപ കൊടുക്കണം. നടന്നാണ് ഈ കുടയും ചൂടിക്കൊണ്ട് നനഞ്ഞൊലിഞ്ഞ് കയറി ചെല്ലുന്നത്, വേർത്തൊലിച്ച് കയറി ചെല്ലുന്നത്. അവിടെ നിന്നൊരു ചായ കുടിക്കാൻ പറഞ്ഞാൽ അവർ പറയും വേണ്ട, അടുത്ത വീട്ടിൽ കയറണം. അത്രയും സമയം പോലും അവർക്ക് കളയാനില്ല. അങ്ങനെ ജോലി ചെയ്യുന്ന ഈ ആശമാരെ എങ്ങനെയാണ് ഇവർക്ക് തഴയാനായിട്ട് പറ്റുന്നത്? പ്രത്യേകിച്ചും ഒരു സ്ത്രീ നമ്മളുടെ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അവർ കാണേണ്ടതില്ലേ? നഴ്സുമാർ അല്ലെങ്കിൽ കമ്പൗണ്ടർമാർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മറ്റു ജോലിക്കാർ ഒരു ഷെൽട്ടറിൻ്റെ താഴെയാണ് പണി ചെയ്യുന്നത്. മഴ കൊള്ളണ്ട, വെയിൽ കൊള്ളണ്ട. ഇത് ഒരു പ്രത്യേക വാർഡായിരിക്കും, ഗർഭിണികളുടെ വാർഡ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇതിൻ്റെ വാർഡ്, ഓർത്തോൻ്റെ വാർഡ്. ഇവരെല്ലാ തരത്തിലുള്ള ആൾക്കാരെയും അവർ ട്രീറ്റ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. അവർക്ക് ഇവർ ചെല്ലുമ്പോൾ ഡോക്ടർമാരോ നഴ്സുമാരോ ചെന്നു എന്നുള്ള പോലെയാണ് ഈ മരുന്ന് കഴിച്ചോട്ടെ. ഉടനെ അവരവിടെ നിന്ന് വിളിക്കും, ജനലാശുപത്രിയിലേക്കോ എവിടേക്കെങ്കിലും വിളിക്കും, സാർ ഇങ്ങനെ ഒരു മരുന്ന് കാണിക്കുന്നു, കൊടുക്കാമോ?
ഇത്രയും അവരെ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ ഇവരെ ശരിക്കും പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റാണ് അപഹാസ്യരാകുന്നത്. എല്ലാവരും ആശമാർക്കാണ്. ആശമാർക്കൊരു പ്രത്യാശ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ പറയുന്നു കേന്ദ്ര സർക്കാർ ആണ് ആശമാരെ വെച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടാണ് ഇവർ ജോലി ചെയ്യുന്നത്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. അത് കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും BJP ഭരിച്ചാലും നാട്ടുകാരുടെ ആരോഗ്യം മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ഇപ്പം ഞാനൊരു CPM അനുഭാവിയാണ്, ഇപ്പോൾ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ജോലിക്ക് വരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഒപ്പിട്ടിട്ട് പോവാം എന്നവർ വിചാരിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ ചുമ്മാ പിഞ്ഞ ന്യായങ്ങൾ. ഇപ്പം നോക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം കൊടുത്തില്ല എന്ന് പറഞ്ഞ് കേന്ദ്രം എല്ലാ വിഹിതങ്ങളും കൃത്യമായി കൊടുക്കാറുണ്ട്. സിനോജിക്ക് ഒരു കാര്യം അറിയാം, ആയുഷ്മാൻ ഭാരത് എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. 60% കേന്ദ്രവും 40% കേരളവും. കേന്ദ്രം കറക്റ്റായിട്ട് അത് BPL കാർഡ് ഹോൾഡേഴ്സിനാണ് ആദ്യം വന്നത്. നമ്മളെല്ലാവരും അമൃത് കഴിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. കേന്ദ്രം എന്ത് ചെയ്തു? എല്ലാവർക്കും BPL കാർഡ് ഹോൾഡേഴ്സിന് നേരിട്ട് അയച്ചു കൊടുത്തു. തൊട്ടടുത്ത് കർണാടകയിൽ പോയാലും കാസർഗോഡ് നിന്ന് നേരെ അപ്പുറത്തേക്ക് കിടന്ന കർണാടകയായി, പാലക്കാട് നിന്ന് അപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ തമിഴ്നാടെത്തി, നാഗർകോവിൽ, അങ്ങനെയൊക്കെ. നമ്മൾ അമൃത് കഴിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപയായിരുന്നു. നമ്മളുടെ കൃത്യമായിട്ട് വന്നു. അത് കഴിഞ്ഞ് അതിനുള്ള ചികിത്സകളൊക്കെ ആശുപത്രികൾ ചെയ്തു. കേരളത്തിന് 40% കിട്ടാത്തതാണ് ഇപ്പോൾ ആശുപത്രിക്കാരെടുക്കുന്നില്ല. അവർക്ക് കിട്ടാനുള്ള തുക കഴിഞ്ഞപ്പോൾ അവരെടുക്കുന്നില്ല. ഇപ്പോൾ 70 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആയുഷ്മാൻ ഭാരത് വന്നു. കേരളം അമൃതം കുടിച്ചിരിക്കുകയാണല്ലോ. എല്ലാവരും എടുത്തിട്ട് എല്ലാവരും ചോദിക്കും എന്നായി നമ്മൾ തൊട്ടടുത്തേക്ക് പോകൂ, 5 ലക്ഷം രൂപയില്ലേ, 2 മണിക്കൂറിൽ നമുക്ക് അവിടെ എത്താം. നമുക്ക് കോയമ്പത്തൂരെത്താം, അല്ലെങ്കിൽ തേനിയിലെത്താം, അല്ലെങ്കിൽ കാസർഗോഡിൻ്റെ അപ്പുറത്ത് കർണാടകയിലെത്താം. ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കേന്ദ്രത്തിൻ്റെ വീതം കൃത്യമായിട്ട് കിട്ടിയിരിക്കും. എന്നാൽ ഈ ഭരിക്കുന്ന നമ്മളുടെ CPM പാർട്ടി കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കേന്ദ്രം എന്തിനും തരാണ്ടിരിക്കണം? നമ്മളുടെ വിഹിതങ്ങൾ എന്താണെങ്കിലും ടാക്സ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും കേന്ദ്രം കൊടുത്തിരിക്കും. അത് വച്ച് ഇവർ റോൾ ചെയ്യുന്നത്. മിനിസ്ട്രിയിൽ പോകുമ്പോഴൊക്കെ അവർ പറയുന്നത് ഒരു റിപ്പോർട്ട് വേണ്ടേ, ഒരു കൊച്ചു കഷ്ണം വേണ്ടേ, എത്ര ആശാ വർക്കേഴ്സ് ഉണ്ടെന്ന് അറിയണ്ടേ, നിങ്ങളെങ്ങനെ കൊടുക്കുന്നു, നിങ്ങൾ കൊടുക്കുന്ന സംഖ്യ എത്രയാണെന്ന് അറിയണ്ടേ. ഒന്നും അറിയാണ്ട് ഞങ്ങളുടെ ഇത്രയുണ്ടെന്നൊരു ഇതിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് തരുന്നുണ്ട്. പക്ഷെ ഇവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ധനപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം നമ്മളുടെയാണ്. ഒന്ന് വ്യതിചലിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും വലിയ എക്കോണമി എങ്ങനെയായി? പാവപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും അറേബ്യൻ മണലാരണ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് തളർന്ന് ഇങ്ങോട്ടേക്ക് ഡോളർ അയച്ചു തന്നെയാണ് കേരളം ഒരു എക്കോണമി ആയത്. അല്ലെങ്കിൽ കേരളത്തിന് എവിടെയാണ് സ്ഥാനം? ഇന്നും നമ്മുടെ നഴ്സുമാരും അഭ്യസ്തവിദ്യരായ ആൾക്കാരും ഓസ്ട്രേലിയയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും അയർലാൻഡിലും പോയി അധ്വാനിച്ച് വേർപ്പ് ഒലിപ്പിച്ച് അയക്കുന്ന പൈസയാണ് ഇവിടെ വന്നിട്ടാകുന്നത്. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ഇൻഡസ്ട്രി ഉണ്ടോ? നമ്മുടെ രാജഭരണകാലത്ത് തുടങ്ങിയ ഇൻഡസ്ട്രികൾ പോലും പൂട്ടിച്ചു എന്നല്ലാണ്ട് വേറെ എന്തുണ്ട്? എവിടെ ഉണ്ടെങ്കിലും ഒന്ന് പോയി ചുമന്ന കൊടി പിടിച്ചുകൊണ്ട് നമ്മൾ വ്യതിചലിച്ചു പോയി. ഈ ആശമാരുടെ കാര്യം പറയാം, എന്തുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി? അവർക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടില്ലേ? 232 രൂപയ്ക്ക് എങ്ങനെ ഒരു കുടുംബത്തിന്, നമ്മൾ കണ്ടില്ലേ, അവർ മാത്രമാണ് ഒരു ബ്രെഡ് വിന്നർ. ആ കുഞ്ഞിനെ നമ്മൾ കണ്ടു, തളർന്നു കിടക്കുന്ന ഭർത്താവിനെ കണ്ടു, വയ്യാത്ത അച്ഛനമ്മമാരെ കണ്ടു. എങ്ങനെ 232 രൂപയ്ക്ക്? ഈ അതിഥി തൊഴിലാളികൾക്ക് വന്നപ്പോൾ അവർക്ക് 400-500 ഉള്ളൂ, 700 രൂപ ഗവൺമെൻറ് തന്നെയാക്കി. ഇപ്പോൾ 1200 രൂപയിൽ കുറഞ്ഞ് ഒരാൾ പോലും സാധാരണ മേസണറി വർക്കിനോ അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്ത് മാറ്റി അങ്ങനത്തെ ഇതുണ്ടല്ലോ വർക്കിന് കിട്ടുന്നില്ല. അപ്പോൾ അതിഥിക്ക് 1200 രൂപയും സ്വന്തം നാട്ടിലുള്ള പാവപ്പെട്ട സഹോദരിമാർക്ക് 232 രൂപ എന്നത് നമുക്കൊന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടല്ലേ സിനോജി? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കുറഞ്ഞ വരുമാനം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്, ആരോഗ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്, എന്തിന് സംസ്ഥാന സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും പിടിവാശിയാണ്. SUCI എന്ന് പറയുന്ന ഒരു സംഘടന ഈ ആശമാരെ ഹൈജാക്ക് ചെയ്തു. SUCI എന്തിനാണ് ഹൈജാക്ക് ചെയ്യുന്നത്? SUCI ആയിക്കോട്ടെ, INTUC ആയിക്കോട്ടെ, AITUC ആയിക്കോട്ടെ, അവർക്ക് പിന്തുണ കൊടുക്കാൻ കഴിയുന്ന സംഘടനകൾ പിന്തുണ കൊടുത്തോട്ടെ. അതിനൊരു സമരത്തിന് ഒരു ഊർജ്ജം കൊടുക്കുന്നു എന്നല്ലേ ഉള്ളൂ. അല്ലാതെ ഇവർ പിന്തുണ കൊടുത്തുകൊണ്ട് ഞങ്ങൾ സഹായിക്കില്ല, ഇവരുടെ സമരം തെറ്റാണ്, ആശമാരുടെയൊക്കെ സമരം പ്രീ പ്ലാൻഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ CPM നേതാക്കൾക്ക് കുറച്ച് ലജ്ജ ഉണ്ടാവില്ല ഇങ്ങനെ പറയാനായിട്ട്? അവർക്കൊരു ലജ്ജയില്ല. മറ്റേ ഖണ്ഡാമൃഗത്തിൻ്റെ പോലത്തെ തൊലിക്കെട്ടിയാണ് അവർ പറയുന്നത്. സത്യവാൻ ഹരിചന്ദ്ര അക്കാഡമിയിൽ ഇപ്പോൾ അവർ മാത്രമേ ഉള്ളൂ. അവർ ഹരിചന്ദ്രന്മാരാണ്. അവരൊരു തെറ്റ് പറയില്ല, അവരൊരു കള്ളം പറയില്ല,
എല്ലാ മനുഷ്യർക്കും അത് ബോധ്യമായി കഴിഞ്ഞു. നമ്മൾ ടി വിയിൽ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ അനുഭവമായിട്ട് അവിടെ ചെല്ലുമ്പോൾ, അത് BJP-കാരാവട്ടെ, കോൺഗ്രസ്സുകാരാവട്ടെ, മറ്റ് സംഘടനകളാവട്ടെ, കേരള കോൺഗ്രസ് ആവട്ടെ, ചെല്ലുന്നത് വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചല്ല. സ്വന്തം സഹോദരിമാരും അമ്മമാരും അവിടെ വെയിലത്തും മഴയത്ത്, ഇന്നലെ കണ്ടു ടാർപോളിൻ വച്ച് കെട്ടി, കുറച്ച് പേർക്ക് കെട്ടും. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, കോരിച്ചൊഴിയുന്ന മഴയായിരുന്നു. ബാക്കി എല്ലാവരും മഴയത്തിരിക്കുകയാണ്. കണ്ണീരിന്നൊഴിക്കുന്ന കണ്ണുനീരും പ്രകൃതിയുടെ നീരും കൂടെ ചേർന്ന് ഒലിച്ചു പോകുന്ന ശരിക്കും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അവരുടെ കണ്ണീരിനെ പ്രകൃതി പോലും അതിനെ മാച്ചു കളയാനായിട്ട് അവരൊന്ന് തണുപ്പിക്കാൻ നോക്കുമ്പോൾ പിണറായി സർക്കാർ എന്തിനാണ് ഈ മുട്ടാപ്പോക്ക്, പിടിവാശി? മനസ്സിലാവുന്നില്ല സിനിമ. ഒരു പാവപ്പെട്ട സ്ത്രീകളല്ലേ അവര്, എന്തുമാത്രം ആശയാണ് അവര് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊരു പ്രത്യാശയ്ക്കൊരു കിരണം പോലും ഇല്ലാണ്ട്, പ്രത്യാശയുടെ കിരണം പോലും കൊടുക്കാണ്ട് എന്ത് മുട്ടാപ്പോക്ക് നയമാണ് ഈ ജനങ്ങൾ, പാവപ്പെട്ടവരുടെ സർക്കാർ എന്നും പറഞ്ഞ് അധികാരത്തിൽ എഴുതിയിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ. എന്താണ് ഇത്? ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരല്ലേ ഫാസിസ്റ്റ്? തീർച്ചയായിട്ടും. സ്വന്തം മകളെ ചേർത്ത് പിടിക്കുക, ആ മകൾക്ക് വേണ്ടി ജനങ്ങളെ പൊതുനിരത്തിലേക്ക് ഇറക്കുക. പക്ഷേ നാട്ടുകാർക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ആശമാരെ കണ്ടില്ല എന്ന് വെച്ച് കണ്ണടക്കുക. ഒരു മുട്ടാപ്പോ, എന്താ പറയാ, നമ്മൾ ഒരു ന്യായവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് വീടും കുടുംബം ഉണ്ടെന്ന് ചിന്തിച്ചാൽ തന്നെ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ഭരണാധികാരികൾ. ഇപ്പൊ തന്നെ നമുക്ക് PSC അംഗങ്ങളുടെ ഇത് കൂട്ടിയിരിക്കുന്നു, എന്താണ് പെൻഷൻ കൂട്ടിയിരിക്കുന്നു, മറ്റവരുടെ കൂട്ടിയിരിക്കുന്നു, ഇവരുടെ കൂട്ടിയിരിക്കുന്നു. 2 കൊല്ലം ഇവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്താൽ അവർക്ക് അജീവനാന്തര കാലം പെൻഷൻ. ഏതെങ്കിലും സംസ്ഥാനം, അതും ഇങ്ങനെ കടം കൊണ്ട് കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഈശ്വരോ രക്ഷതു എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുന്നുള്ളൂ. എന്തിനാണ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ 2 കൊല്ലം ജോലി ചെയ്താൽ അജീവനാന്ത കാലം പെൻഷൻ പൊളിറ്റീഷ്യൻസിന്? എന്തായാലും പിണറായി വിജയൻ്റെ ഈ മർക്കടമുഷ്ടി കാരണം ദുരിതം അനുഭവിക്കുന്നത് ആശാവർക്കർമാരാണ്. ഈ കടുത്ത വേനൽക്കാലത്ത് അല്ലേ, ഇനിയെങ്കിലും സെക്രട്ടറിയുടെ മുമ്പിൽ അവർ നടത്തുന്ന ഈ സമരം അവസാനിപ്പിക്കാൻ അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.